വെൽക്കം ടു വെയിൻ അക്കാഡമി. കേട്ടഡ് സിലബസിലെ കാറ്റഗറി 2 സോഷ്യൽ സയൻസിലെ എക്കണോമിക്സ് ഏരിയയും പൊളിറ്റിക്സ് ഏരിയയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എക്കണോമിക്സ് സിലബസിൽ ഏകദേശം നമുക്ക് 8 ക്വസ്റ്റ്യനോളം എക്സ്പെക്ട് ചെയ്യാം. 8 ക്വസ്റ്റ്യൻ നമുക്ക് എക്കണോമിക്സ് ഭാഗത്തിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, കൺസെപ്റ്റ് ആൻഡ് ട്രെൻഡ്സ് അല്ലെ. എക്കണോമിക് ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെന്റ് എന്താണ്, എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, ആ ഒരു കൺസെപ്റ്റുകളെ കുറിച്ച്, അത്തരത്തിലുള്ള കൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു ഒന്നാമത്തെ ഭാഗത്തിൽ പറയുന്നത്. ഇത് രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് 5 ഇയർ പ്ലാൻ അല്ലെ, പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചിട്ട് കേട്ടറ്റിന് മാത്രമല്ല PSCകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. ദെൻ മൂന്നാമത്തെ ഏരിയ അഗ്രികൾച്ചർ, ഫുഡ് സെക്യൂരിറ്റി ആൻഡ് പോവർട്ടി അല്ലെ. കൃഷി, അതുപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷ, ദാരിദ്ര്യം തുടങ്ങിയ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ദെൻ നാലാമത്തെന്ന് പറയുന്നത് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഓഫ് കേരള അല്ലെ. കേരളത്തിലെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അഞ്ചാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് മണി ആൻഡ് ബാങ്കിങ്. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ ആറാമത്തത് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇന്ത്യ ആൻഡ് കേരള. ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഡെമോഗ്രാഫിക് ട്രെൻഡ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏഴാമത്തത് ഗ്ലോബലൈസേഷൻ ഇന്ത്യ അല്ലെ, ആഗോളവൽക്കരണത്തെ കുറിച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പൊതുവെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ദെൻ അടുത്ത നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് നോക്കാം. 8 ക്വസ്റ്റ്യൻസ് ആണ് പൊളിറ്റിക്കൽ സയൻസിൽ വരുന്നത്. അതിൽ ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഡെമോക്രസിയാണ് അല്ലെ. ഡെമോക്രസിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. രണ്ടാമത്തത് പീപ്പിൾ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, പീപ്പിൾ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറിച്ചിട്ടാണ്. മൂന്നാമത്തത് പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചിട്ട്, അവരുടെ ടൈപ്പിനെ കുറിച്ചിട്ട്, അവരുടെ ഫംഗ്ഷനെ കുറിച്ചിട്ട്. ദെൻ നാലാമത്തെ ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇലക്ഷൻ പ്രോസസ് ആൻഡ് ദ റോൾ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷനെ കുറിച്ചിട്ടും ഇലക്ഷൻ കമ്മീഷന്റെ റോളിനെ കുറിച്ചിട്ടും. ദെൻ അഞ്ചാമത്തത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിനെ കുറിച്ചിട്ടാണ് അല്ലെ. ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. രണ്ടും ചെറിയൊരു ഏരിയ ആണ്, വളരെ കുറച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആദ്യത്തെ 8 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് ഇനി നോക്കാനുള്ളത് പെഡഗോജി ഏരിയ ആണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അതുവരെ താങ്ക് യു.